ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് അത്തോളിയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി പുലി ഭീതി. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നടുവണ്ണൂർ വോളിബോൾ അക്കാദമിയിൽ നിന്നുള്ള മലിനജല വിഷയത്തിൽ പ്രതിഷേധമിരമ്പി നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം. വയനാട് ദുരിതത്തിൽ കഴിയുന്നവർക്ക് സാന്ത്വനമേകാൻ കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കാരുണ്യയാത്ര ഓഗസ്റ്റ് 22-ന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് അത്തോളിയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി പുലി ഭീതി. എന്നാൽ ആശങ്ക വേണ്ടെന്ന് ഇത് പരിശോധിക്കാനെത്തിയ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കാലടയാളം പുലിയുടേതല്ലെന്നും ഫോറസ്റ്റ് കണ്ടെത്തി. RRT ഫോറസ്റ്റ് സംഘം ചിമ്മമലയിൽ തിരച്ചിൽ നടത്തി. ഞായറാഴ്ച വൈകിട്ട് 7:15ഓടെയാണ് അത്തോളി ഹെൽത്ത് സെന്ററിന് സമീപം താമസിക്കുന്ന രമേശിന്റെ വീട്ടിനടുത്ത് വലുപ്പമുള്ള പുള്ളികളുള്ള ജീവിയെ കണ്ടത്. നാട്ടിൽ ഭീതി പരന്നു. രമേശിന്റെ ഭാര്യ വിലാസിനിയാണ് ജീവിയെ ആദ്യം കണ്ടതായി പറയുന്നത്. വിവരമറിഞ്ഞ് അത്തോളി പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ കക്കയം ഫോറസ്റ്റ് സംഘം ഇന്ന് രാവിലെ എത്തുകയായിരുന്നു. തുടർന്ന് RRT ഫോറസ്റ്റ് സംഘം ചിമ്മമലയിൽ തിരച്ചിൽ നടത്തി. ഇന്നലെ വന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ പല സ്ഥലത്തും അങ്ങനെ ഒരു പുലിയുടേതായിട്ടുള്ള ഒരു അടയാളങ്ങൾ കാണുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ താമരശ്ശേരി RRTയും കൂടെ വരുന്നുണ്ട്. അവരെയും കൂടെ സഹായത്താൽ നമ്മൾ ഈ ആൾ ഒഴിഞ്ഞ പറമ്പുകളിലെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കാം. പുലിയെ പോലെയുള്ള ജീവിയെ കണ്ടതായി മണ്ണങ്കണ്ടി വിലാസിനി ഫോറസ്റ്റിനോട് പറഞ്ഞു. ഇപ്പം ഞാൻ രാത്രി ഇവിടെ ഇരിക്കുക കൊലാലേ. അപ്പം 7 മണിയായിക്ക്. അപ്പം അത് പിന്നെ സാധനം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് താഴത്ത് ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പം നായയല്ലല്ലോ പൂച്ചയല്ല, ഞാൻ കാണാത്തൊരു സാധനമാണല്ലോ. പെട്ടെന്ന് നോക്കുമ്പോൾ മേലൊക്കെ പുള്ളിയുണ്ട്, വാലാണെങ്കിൽ നിലത്ത് കുത്തുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇത് പുലിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. അപ്പം തന്നെ ഞാൻ മൂപ്പരെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ സാധനം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ ശ്രദ്ധിച്ചോളിയെന്ന്. RRT സംഘവും ഫോറസ്റ്റും 1 മണിക്കൂർ സമയം ചിമ്മമലയിലും പരിസരത്തും തിരച്ചിൽ നടത്തി. തുടർന്നുള്ള അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയില്ല. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സത്യൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ P ബഷീർ, P ഗണേശൻ, ഫോറസ്റ്റ് വാച്ചർ KP ലിബേഷ്, കോഴിക്കോട് RTT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K ഷാജീവ്, SFO V പ്രജീഷ്, റെസ്ക്യൂ ജീവനക്കാരായ അബ്ദുൽ കരീം, ഷബീർ, ഫോറസ്റ്റ് ഡ്രൈവർ MK ദിനൂപ് കുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അത്തോളി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി VK ബാലകൃഷ്ണനും ഏതാനും നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അത്തോളി. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനം. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ബേപ്പൂർ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി, കോഴിക്കോട് കോർപ്പറേഷൻ, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവ ചേർന്നാണ് പ്ലാന്റ് സ്ഥാപിക്കുക. ഇതിനായി HMSഉം കോർപ്പറേഷനും തമ്മിൽ ധാരണാപത്രമുണ്ടാക്കും. ശുചിത്വ മിഷൻ പദ്ധതി നടപ്പിലാക്കും. ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് HMSന് ആവശ്യമായ വരുമാനം കണ്ടെത്താനുള്ള വഴികൾ യോഗം ചർച്ച ചെയ്തു. ഇതിന്റെ ഭാഗമായി ബോട്ടുകളിലേക്കുള്ള ജലവിതരണം പണം ഈടാക്കി HMS ഏറ്റെടുക്കും. പിന്നെയാണുള്ളതൊന്ന് കുടിയുള്ള പ്രശ്നമാണ്. ജപ്പാൻ വെള്ളം അങ്ങോട്ടേക്ക് പൈപ്പൊക്കെ ഇട്ടുണ്ട്, പക്ഷെ വന്നിട്ടില്ല. ഇത് ആരടയ്ക്കണം, ബില്ലടയ്ക്കേണ്ടി വരും എന്നുള്ള ആ ഒരു പ്രശ്നം. പിന്നെ അവിടെ നല്ലൊരു കിണറുണ്ട്, പക്ഷെ ആ കിണറ് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് എലി അങ്ങനെയുള്ള ശല്യമാക്കി. ഒരു ദിവസത്തിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരിൽ നിന്ന് നിശ്ചിത തുക ഫീസ് ഈടാക്കും. ഹാർബറിൽ വല റിപ്പയറിംഗ് നടത്തുന്നവർ HMSൽ രജിസ്റ്റർ ചെയ്യണം.
ഇവരിൽ നിന്നും നിശ്ചിത തുക മാസാന്ത ഫീസായി ഈടാക്കും. ചർച്ചകൾക്ക് ശേഷമാകും ഇത് നടപ്പിൽ വരുത്തുക. ഒരു കൊല്ലം 30 ലക്ഷത്തിന് വിളിച്ചാൽ അടുത്ത കൊല്ലം 40 ലക്ഷത്തിന് വിളിക്കുന്നത്. ഇക്കൊല്ലം അയാൾ 80 ലക്ഷത്തിന് വിളിച്ചു. ഞങ്ങൾ പൈസ കൊടുക്കാതെ അയാൾ വെറുതെ ഇങ്ങനെ വിളിക്കുക. 26.6 ലക്ഷം രൂപ ചിലവിൽ തുറമുഖത്ത് നിർമ്മിക്കുന്ന അഴുക്കുചാൽ പദ്ധതി ഒക്ടോബർ അവസാനത്തോടെ പൂർത്തീകരിക്കാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകി. വാർഫിൽ മണൽ അടിഞ്ഞുകൂടിയതിനാൽ ഇവിടേക്ക് ബോട്ടുകൾ അടുപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഡ്രഡ്ജിംഗ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. എല്ലാ മത്സ്യലേലക്കാരെയും രജിസ്റ്റർ ചെയ്ത് അവർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യണമെന്നും ആവശ്യമുണ്ടായി. യോഗത്തിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ BK സുധീർ കിഷൻ, ശുചിത്വ ജില്ലാ മിഷൻ കോർഡിനേറ്റർ M ഗൗതമൻ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ E മനോജ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ VR ലതിക തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാലിന്യ വിഷയത്തിൽ പ്രതിഷേധമിരമ്പി നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം. നടുവണ്ണൂർ വോളിബോൾ അക്കാദമിയിൽ നിന്നുള്ള മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന യോഗമാണ് അലങ്കോലപ്പെട്ടത്. നടുവണ്ണൂർ വോളിബോൾ അക്കാദമിയിലെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം പുറത്തേക്ക് ഒഴുകുകയും പരിസരത്തെ കിണറുകൾ മലിനമാവുകയും ചെയ്ത സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത പ്രത്യേക ഭരണസമിതി യോഗം UDF മെമ്പർമാരുടെ ഇറങ്ങിപ്പോക്കിൽ കലാശിച്ചു. അക്കാദമി പരിസരത്തെ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷന് ശേഷവും E. coli സാന്നിധ്യമുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമെന്ന് മാലിന്യ ചോർച്ചയ്ക്ക് കാരണം. 1 മാസം പിന്നിട്ടിട്ടും ഒരു നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടില്ല. ഇതുവരെ എടുത്ത നടപടികൾ എന്തെന്ന് വിശദീകരിക്കാനോ തുടർ നടപടികൾ വ്യക്തമാക്കാനോ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കഴിയാത്ത സാഹചര്യത്തിൽ മെമ്പർമാർ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. സജീവൻ മക്കാട്ട്, T. നിസാർ, സദാനന്ദൻ പാറയ്ക്കൽ, സൗദ KK, സജ്ന അക്സർ, ധന്യ സതീശൻ എന്നിവരാണ് ഇറങ്ങിപ്പോയത്. പ്രകടനത്തിന് K. രാജീവൻ, അഷ്റഫ് പുതിയപുറം, AP ഷാജി, MK ജലീൽ, സത്യനാഥൻ മേലേടത്ത്, സബീർ നെടുങ്കണ്ടി, സുഹാജ് നടുവണ്ണൂർ, സത്യൻ കുളിപ്പൊയ്കയിൽ, CK പ്രദീപൻ മാഷ്, നുസ്രത്ത് ബഷീർ, MK ബാബു, കൃഷ്ണദാസ്, പീതാംബരൻ, KM ബഷീർ, ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട് ദുരന്തത്തിൽ കഴിയുന്നവർക്ക് സാന്ത്വനമേകാൻ കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഓഗസ്റ്റ് 22-ന് കാരുണ്യ യാത്ര നടത്തും. എത്ര ചെറിയ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള അവസരമാണ് ഈ യാത്രയിലൂടെ ലഭിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം 25 വീടുകൾ അവിടെ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് ഫെഡറേഷൻ ഞങ്ങൾക്ക് ആഹ്വാനം. ആ ചടങ്ങ് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ദുരിതബാധിതർക്കു വേണ്ടി ഓഗസ്റ്റ് 22-ന് ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും വയനാട്ടിലേക്ക് ഒരു കൈത്താങ്ങായി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരണാർത്ഥം സർവീസ് നടത്തുമെന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ബസ് കയറിയാൽ ഒരു ഉറുപ്പ്യാവനാൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതാത് ഇതിലുണ്ട് ആക്കത്തില്ല, 100 ഉറുപ്പ്യ ഉണ്ടെങ്കിലുള്ള 10,000 ഉണ്ടെങ്കിലുള്ള അങ്ങനെയുള്ള ഒരു സംരംഭത്തിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. ഇതിൽ എത്ര പൈസ കിട്ടുന്നു ഇതിലൊരു ഉറുപ്പിയും ആർക്കും നഷ്ടപ്പെടാതെ ആ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കാനുള്ള ഒരു ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം എന്താ പറയുക, ഇന്ന് കേരളത്തിലെ പല ഭാഗങ്ങളും കോഴിക്കോടിൻ്റെ തന്നെ റോഡ് മുക്കാലൊതിയും പൊട്ടിപ്പൊളിഞ്ഞ് നാമാവിശേഷമായി കഴിഞ്ഞു. ഈ റൂട്ടിൽ കൂടിയൊക്കെ സർവീസ് നടത്തി ആണ് ഇപ്പോൾ ഞങ്ങളും മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഇങ്ങനെയാണ് രാത്രി ഉറങ്ങാൻ കിടന്ന ആളുകൾ നേരം വെളുത്ത് നോക്കുമ്പോൾ മണ്ണിനടിയിലായി പോവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇതിനോട് സഹകരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ബോധം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സംരംഭം ഞങ്ങൾ മുൻകൂട്ടി കണ്ടത്. യാത്രക്കാർ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനുള്ള അവസരമായി സർവീസിനെ കാണണമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ KT വാസുദേവൻ, TK ബീരാൻകോയ, സാജു MS, അബ്ദുൾ സത്താർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
the real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 5ാമത് ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 25-ന് ചിന്മയ വിദ്യാലയത്തിൽ നടക്കും. 10 മുതൽ 55 വയസ്സ് വരെയുള്ളവർ വിവിധ കാറ്റഗറികളിൽ മത്സരിക്കും. വിജയികൾക്ക് സംസ്ഥാന ദേശീയ തലങ്ങളിലേക്കും ഖേലോ ഇന്ത്യ വിമൻസ് ലീഗ് മത്സരങ്ങളിലേക്കും അവസരം തുറക്കും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ആയുഷ് മന്ത്രാലയം, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഖേലോ ഇന്ത്യ എന്നിവയുടെ അംഗീകാരമുള്ള യോഗാസന ഭാരതിന്റെയും യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും കീഴിലുള്ള യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കോഴിക്കോട് ആഭിമുഖ്യത്തിൽ 5ാമത്തെ ജില്ലാ ചാമ്പ്യൻഷിപ്പാണ് ഈ മാസം 25-ന് ചിന്മയിൽ വെച്ച് നടക്കുന്നത്. യോഗാസന ഭാരതിന്റെയും യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും കീഴിലുള്ള ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 5ാമത് ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 25-ന് കോഴിക്കോട് തൊണ്ടയാട് ചിന്മയ വിദ്യാലയത്തിൽ വെച്ച് നടക്കും. 10 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വിവിധ കാറ്റഗറികളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ വിജയികളാകുന്നവർക്ക് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വിജയികളാകുന്നവരെ ഖേലോ ഇന്ത്യ വിമൻസ് ലീഗ് എന്നീ മത്സരങ്ങളിലേക്ക് പരിഗണിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യോഗാചാര്യ ഉണ്ണിരാമൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി വി സജീവ്, ജില്ലാ ട്രഷറർ വി മനോഹരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വി ജയരാജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സവിത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ. സംഭവത്തിൽ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ ധർണ നടത്തി. Voices in it. Like, we might be thinking we are less in number. No, we should start it. We will start it, and that can actually spread across. And what a irony! Like in the 70th Independence Day, we have this incident. Something very bad has happened in Calcutta. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SC/ST ലിസ്റ്റും സംവരണവും സുപ്രീം കോടതി വിധിയിലൂടെ അട്ടിമറിക്കപ്പെടുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ഓഗസ്റ്റ് 21-ന് സംസ്ഥാന ഹർത്താൽ നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ആഗസ്റ്റ് 21 നാളെ ഓൾ ഇന്ത്യ തലത്തിൽ ഭാരത് ബന്ദിനെ ആഹ്വാനം ചെയ്യപ്പെടുകയുണ്ടായി. അതിലെ പ്രധാനപ്പെട്ട ആവശ്യം സംവരണത്തെ ഇല്ലാതാക്കുന്ന സുപ്രീം കോടതിയുടെ നിരവധി ഉത്തരവുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതാകട്ടെ നമ്മുടെ ഭരണഘടനാപരമായ സംവരണത്തെ സംബന്ധിച്ചിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. SC/ST ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും SC/ST വിഭാഗങ്ങളിൽ ക്രീമി ലെയർ നടപ്പാക്കാനും സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ സംസ്ഥാന ഹർത്താൽ ആചരിക്കാൻ വിവിധ ആദിവാസി ദളിത് സംഘടനകൾ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വിധിക്കെതിരെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ ആഹ്വാനം ചെയ്തത്. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നതാണ് മുഖ്യമായ ആവശ്യം. UPSCയെയും തൊഴിൽ രഹിതരായ യുവാക്കളെയും നോക്കുകുത്തിയാക്കിയുള്ള ലാറ്ററൽ എൻട്രി നിയമനം ഭരണഘടന അട്ടിമറിക്കുന്നതാണെന്നും ഭാരവാഹികളായ രാമദാസ് വേങ്ങേരി, MM അഖിൽകുമാർ, ലിജുകുമാർ KP, സൂരജ് കടലുണ്ടി എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അരനൂറ്റാണ്ടിന്റെ പ്രവാസ സൗഹൃദവും അനുഭവങ്ങളും പങ്കുവച്ച് റിയാദ് ഡയസ്പോറ കോഴിക്കോട് സംഗമിച്ചു. റിയാദ് റൂട്ട്സ് റീയൂണിയൻ എന്ന തലവാചകത്തിൽ നടന്ന സംഗമം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. റിയാദ് ഡയസ്പോറ പോലെയുള്ള സൗഹൃദ കൂട്ടങ്ങൾ ഉണ്ടാകുന്നത് പലതരത്തിൽ നമ്മുടെ നാടിന് ഉപകാരപ്രദമാകുമെന്ന് റീയൂണിയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു.
ഗൾഫ് പൗരന്മാർ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളായി കൂടുതൽ എത്തുന്നുണ്ടെന്നും അത് പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ കൂടുതൽ സജീവമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചികിത്സാ സാധ്യതകളും സൗകര്യങ്ങളും അടങ്ങിയ കേരളത്തിലേക്ക് വരുന്നതിന് പകരം, നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിന് പകരം മറ്റു പല രാജ്യങ്ങൾ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. അതിന് ശ്രീലങ്കൻ എയർവേസ് വലിയൊരു പങ്ക് വഹിക്കുന്നു. നമ്മളിപ്പോൾ വിമാന ടിക്കറ്റിന്റെ ചാർജ് വലിയ പ്രയാസകരമായ ഒരു പ്രശ്നമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിദേശത്തെ മറ്റു രാജ്യങ്ങളിലുള്ള പൗരന്മാരെ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ എയർവേസ് അവിടുത്തെ ടൂറിസ്റ്റുകളായി കൊണ്ടുവരാനുള്ള പ്രത്യേക പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ടും എയർ ഇന്ത്യ ഉൾപ്പെടെ വിവിധ ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായി ഉൾപ്പെടെ ചർച്ച ചെയ്ത് ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഡയസ്പോറ സമ്മേളനത്തിന്റെ ആദ്യ സെഷനായ വേദി ഉദ്ഘാടനം അബ്ദുസമദ് സമദാനി നിർവഹിച്ചു. വർഷങ്ങളോളം ഒരേ റൂമിൽ താമസിച്ചവരും ഒരേ സ്ഥലത്ത് ജോലി ചെയ്തവരും കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ വൈകാരിക രംഗങ്ങൾക്കും ഡയസ്പോറ വേദി സാക്ഷിയായി. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ഡോക്ടർ MK മുനീർ MLA റിയാദ് ഡയസ്പോറ എന്ന ആശയത്തെ അഭിനന്ദിച്ചു. വേദിയിൽ MLA ഗാനവും ആലപിച്ചു. റിയാദ് ഡയസ്പോറ ചെയർമാൻ ഷക്കീബ് കൊളക്കാടൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ചീഫ് കോർഡിനേറ്റർ നൌഫൽ പാലക്കാടൻ, ജനറൽ കൺവീനർ നാസർ കാരന്തൂർ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ അഷറഫ് വേങ്ങാട്ട്, റിയാദ് ഡയസ്പോറ ട്രഷറർ ബാലചന്ദ്രൻ നായർ തുടങ്ങിയവരും സംസാരിച്ചു. അയ്യൂബ് ഖാൻ, ഉബൈദ് ഇടവണ്ണ, ഷാജി ആലപ്പുഴ, നാസർ കാരക്കുന്ന് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി ബ്രാഹ്മണ സമൂഹം യജുർ ഉപാകർമ്മം ആവണി അവിട്ടം ആഘോഷിച്ചു. പൂണൂൽ മാറ്റലായിരുന്നു പ്രധാന ചടങ്ങ്. ഇതോടൊപ്പം ഹോമാദി കർമ്മങ്ങളും നടന്നു. തളി ബ്രാഹ്മണ സമൂഹ മഠ പുരോഹിതന്മാർ കാർമ്മികത്വം വഹിച്ചു. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് യജുർവേദ ഉപാകർമ്മം ആഘോഷിച്ചു. രാവിലെ സ്വഗൃഹങ്ങളിൽ വെച്ച് പ്രാതസന്ധ്യ വന്ദനം, കാമമന്യു ജപം, മാധ്യാനികം എന്നിവയ്ക്ക് ശേഷം ബ്രാഹ്മണ സമൂഹാംഗങ്ങൾ തളി ബ്രാഹ്മണ സമൂഹം മഠത്തിൽ വെച്ച് ബ്രഹ്മയജ്ഞം, ദേവഋഷി തർപ്പണം, മഹാസങ്കല്പം എന്നീ കർമ്മങ്ങൾ നടത്തി. തുടർന്ന് പ്രായശ്ചിത്ത സ്നാനം കഴിഞ്ഞ് എല്ലാവരെയും യജ്ഞോപവേദ ധാരണം നടത്തി. കാണ്ഡഋഷി തർപ്പണത്തെ തുടർന്ന് തളി ബ്രാഹ്മണ സമൂഹം മഠത്തിൽ ഹോമം, വേദാരംഭം, ദീപാരാധന, പ്രസാദ വിതരണം എന്നിവ നടന്നു. ഹോമാദി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തളി ബ്രാഹ്മണ സമൂഹം പുരോഹിതന്മാരായ ബ്രഹ്മശ്രീ NK വെങ്കിടാചല വാദ്യാർ, ബ്രഹ്മശ്രീ രഘു വാദ്യാർ, ബ്രഹ്മശ്രീ ശ്രീരാം ഗണപാടികൾ, ബ്രഹ്മശ്രീ കൃഷ്ണമൂർത്തി വാദ്യാർ, ബ്രഹ്മശ്രീ നീലകണ്ഠ ശർമ്മ, ബ്രഹ്മശ്രീ ശ്രീനാഥ് ശർമ്മ, ബ്രഹ്മശ്രീ ജയശങ്കര ശർമ്മ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു.
ചടങ്ങിന് തളി ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് പി ധർമ്മരാജൻ, ജോയിന്റ് സെക്രട്ടറി MJ അനന്തനാരായണൻ, വൈസ് പ്രസിഡന്റ് RV വിശ്വനാഥ്, ട്രഷറർ RV നാഥ്, വേദ പാഠശാല ട്രസ്റ്റി സെക്രട്ടറി VP രവി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ഡെന്റൽ എക്സ്പോയ്ക്ക് ഓഗസ്റ്റ് 24-25 തീയതികളിൽ കോഴിക്കോട് വേദിയാകും. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യ ഗവൺമെന്റ് MSME മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെയാണ് എക്സ്പോ നടക്കുന്നതെന്ന് കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ലോകത്തുള്ള എല്ലാ ടെക്നോളജികളും, പുതിയ ടെക്നോളജികളും, പിന്നെ ഡെയിലി അപ്ഗ്രഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഗതികളും ഈ ഹെൽത്ത് റിലേറ്റഡ് ബിസിനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡോക്ടേഴ്സ് വന്നു അത് കണ്ട് സംസാരിച്ച് നോക്കി എന്താണെന്ന് മനസ്സിലാക്കാനും കൂടിയാണ് ഈ എക്സിബിഷൻ വെക്കുന്നത്. അപ്പൊ അതിന്റെ ഈ എക്സിബിഷൻ, അങ്ങനത്തെ ഒരു എക്സിബിഷനിൽ ഡോക്ടേഴ്സിന് പുതിയ ടെക്നോളജി മനസ്സിലാക്കി അതെല്ലാം നമ്മൾ പേഷ്യൻസിലും കാര്യങ്ങൾക്കും പബ്ലിക്കിനും അതിൽ ഗുണമുള്ള ഒരുപാട് സംഗതികൾ അതിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ഡെന്റൽ ടെക്നോളജി കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ആയി. കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഡെന്റൽ എക്സ്പോ 2024 ഓഗസ്റ്റ് 24-25 തീയതികളിൽ സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിക്കും. ഡെന്റൽ പ്രൊഫഷണൽ രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. എക്സ്പോയിൽ ദന്ത ഡോക്ടർമാർ, ഡെന്റൽ ഡീലർമാർ, ഡെന്റൽ ലാബുകൾ, ഡെന്റൽ കോളേജുകൾ, ഡെന്റൽ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ 5000-ഓളം ഡെന്റൽ പ്രൊഫഷണലുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകരായ കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് K മുഹമ്മദ് ഷൈജൻ, സെക്രട്ടറി ബജീൽ നജിദുള്ള, ട്രഷറർ ഡോക്ടർ ഹിറ്റൻ P ആഷർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി മൈജി സംഘടിപ്പിക്കുന്ന മൈജി ഓണം മാസ് ഓണം സീസൺ 2 ആദ്യ നറുക്കെടുപ്പ് മൈജി കംപ്ലീറ്റ് ഹോം ബസാറിൽ നടന്നു. ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ചേർന്ന് നറുക്കെടുപ്പ് നിർവഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി മൈജി സംഘടിപ്പിക്കുന്ന മൈജി ഓണം മാസ് ഓണം സീസൺ 2 ആദ്യ നറുക്കെടുപ്പ് മൈജി കംപ്ലീറ്റ് ഹോം ബസാർ കോഴിക്കോട് കൊച്ചമ്പലിൽ പ്രത്യേകം ഒരുക്കിയ പവിലിയനിൽ ശനിയാഴ്ച നടന്നു. മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ യാദിൽ M, ഇക്ബാൽ, ജിയോ ജോസഫ്, ഹനാൻ ഷാ, അദ്നാൻ, നിക്കി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഈ പ്രാവശ്യത്തെ ഓണം മൈജിയുടെ കസ്റ്റമേഴ്സിൻ്റെ കൂടെ മൈജി വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്. 45 ദിവസം കൊണ്ട് 15 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നിവിടെ ഒരു കാറ്, 2 ഇന്റർനാഷണൽ ട്രിപ്പ്, അതേപോലെ ഡൊമസ്റ്റിക് ട്രിപ്പ്, 5 ആക്റ്റീവ കാറുകളൊക്കെ. അത് മാത്രമല്ല TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ നിരവധി മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ്, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഈ ഓണത്തിന് വേണ്ടി കസ്റ്റമേഴ്സിന് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ കളക്ഷനാണ് മൈജിയുടെ ഫിനാൻസ് സ്കീമുകൾ. നറുക്കെടുപ്പിൽ 11 വിജയികളെയാണ് പ്രഖ്യാപിച്ചത്. പെരുമണ്ണ സ്വദേശി ഹബീബ് കോയത്തങ്ങളാണ് നറുക്കെടുപ്പിലൂടെ ആദ്യ കാർ സ്വന്തമാക്കിയത്. അഫ്സൽ പള്ളുരുത്തി, തിലകൻ KR ഇരിങ്ങാലക്കുട, സാനവാസ് കബീർ വേങ്ങര, ജഷീദ് KT ഫറൂഖ്, സമീറ അൻവർ രണ്ടത്താണി തുടങ്ങി 5 പേർക്ക് സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചു. ഇഷാൻ K മലപ്പുറം, ഷിജു രാമനാട്ടുകര എന്നിവർക്ക് ഇന്റർനാഷണൽ ട്രിപ്പും, റാഫി മുബാറക് കോഴിക്കോട്, വിപിൻ C ചേളന്നൂർ എന്നിവർക്ക് സ്റ്റാർ റിസോർട്ട് വെക്കേഷൻ ട്രിപ്പും ലഭിച്ചു. കൊയിലാണ്ടി സ്വദേശി ശ്രദ്ധ യമുനയെയാണ് ഈ സീസണിലെ ആദ്യ ലക്ഷാധിപതിയായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് അത്തോളിയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി പുലി ഭീതി. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നടുവണ്ണൂർ വോളിബോൾ അക്കാദമിയിൽ നിന്നുള്ള മലിനജല വിഷയത്തിൽ പ്രതിഷേധമിരമ്പി നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം. വയനാട് ദുരിതത്തിൽ കഴിയുന്നവർക്ക് സാന്ത്വനമേകാൻ കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കാരുണ്യയാത്ര ഓഗസ്റ്റ് 22-ന്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.